CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണ്ണാർക്കാട് മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പോരുമുറുകുന്നു. നിലവിലെ MLA N ഷംസുദ്ദീനും ലീഗ് നേതാവ് മുഹമ്മദ് ബഷീറും തമ്മിലുള്ള കസേരക്കളി മണ്ഡലത്തിൽ സജീവ ചർച്ചയായിരിക്കുകയാണ്. അലനല്ലൂർ, കോട്ടോപ്പാടം, കുമരംപുത്തൂർ, തെങ്കര തുടങ്ങിയ പട്ടികവർഗ മേഖലകളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി അധികൃതർക്ക് നിവേദനം സമർപ്പിച്ചു. സ്കൂൾ കലോത്സവത്തിലെ ഏറ്റവും ചിലവേറിയതും ആകർഷകവുമായ ഇനങ്ങളിലൊന്നായ സംഘനൃത്ത വേദിയിൽ ഇത്തവണയും വിസ്മയങ്ങൾ വിരിഞ്ഞു. തൃശൂർ തേക്കിൻകാട് മൈതാനത്തെ ഒന്നാം വേദിയായ സൂര്യകാന്തിയിൽ ഉച്ചയ്ക്ക് ആരംഭിച്ച ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരം പുലർച്ചെ 4:30 അവസാനിച്ചത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃത നാടകത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തൃക്കടേരി PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ A ഗ്രേഡ് കരസ്ഥമാക്കി. വാസൻ രചിച്ച അഭിഷേകം എന്ന വിഖ്യാത സംസ്കൃത നാടകമാണ് വിദ്യാർത്ഥികൾ വേദിയിൽ അവതരിപ്പിച്ചത്. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരം മുഴുവൻ നീളുന്ന രാമായണം തോൽപ്പാവക്കൂത്തുത്സവത്തിന് കൊടിയേറി. നിരവധി പേരാണ് കൊടിയേറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്ര സന്നിധിയിലെത്തിയത്. ഫെബ്രുവരി 11 പൂരവും 12 കാളവേലയും 13 താലപ്പൊലിയും ആഘോഷിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണ്ണാർക്കാട് മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പോരുമുറുകുന്നു. നിലവിലെ MLA N ഷംസുദ്ദീനും ലീഗ് നേതാവ് മുഹമ്മദ് ബഷീറും തമ്മിലുള്ള കസേരക്കളി മണ്ഡലത്തിൽ സജീവ ചർച്ചയായിരിക്കുകയാണ്. പുറത്തുനിന്നുള്ളവരെയല്ല, മറിച്ച് പ്രാദേശിക നേതാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യവുമായി മണ്ണാർക്കാട്ടെ പൗരപ്രമുഖരും എന്നാൽ മറ്റാരും വേണ്ട മണ്ണാർക്കാട് N ഷംസുദ്ദീൻ തന്നെ മത്സരിക്കണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഒരു വിഭാഗം നേതാക്കൾ. ഇതിന്റെ ഭാഗമായി ജില്ലാ സെക്രട്ടറിമാർ, നിയോജക മണ്ഡലം പ്രസിഡന്റ്, അലനല്ലൂർ മുതൽ അട്ടപ്പാടി വരെയുള്ള പഞ്ചായത്ത് ഭാരവാഹികൾ എന്നിവർ PK കുഞ്ഞാലിക്കുട്ടിയെ നേരിൽ കണ്ട് തങ്ങളുടെ നിലപാട് അറിയിച്ചു. തുടർച്ചയായി 3 തവണ വിജയിച്ചവർക്ക് പാർട്ടി നൽകുന്ന ഇളവ് ഷംസുദ്ദീന് ലഭിക്കുമെന്നും വിജയിച്ചാൽ അദ്ദേഹം മന്ത്രിസഭയിൽ എത്തുമെന്നും ഇവർ അവകാശപ്പെടുന്നു. അതേസമയം മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളവർക്ക് വീണ്ടും അവസരം നൽകുന്നതിനെതിരെ ശക്തമായ പടയൊരുക്കം നടക്കുന്നുണ്ട്. പ്രാദേശിക വികാരത്തെ അവഗണിച്ചാൽ അത് തിരിച്ചടിയാകുമെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. മണ്ഡലത്തിൽ നിന്നുള്ളവർക്ക് മുൻഗണന നൽകണമെന്ന ആവശ്യം ഉയർത്തി പൗരപ്രമുഖരും രംഗത്തുണ്ട്. അതേസമയം പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയുണ്ടെന്ന വാർത്തകൾ യൂത്ത് ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷമീർ പഴേരി നിഷേധിച്ചു. CCN മണ്ണാർക്കാട്. സ്കൂൾ കലോത്സവത്തിലെ ഏറ്റവും ചിലവേറിയതും ആകർഷകവുമായ ഇനങ്ങളിലൊന്നായ സംഘനൃത്ത വേദിയിൽ ഇത്തവണയും വിസ്മയങ്ങൾ വിരിഞ്ഞു. തൃശൂർ തേക്കിൻകാട് മൈതാനത്തെ ഒന്നാം വേദിയായ സൂര്യകാന്തിയിൽ ഉച്ചയ്ക്ക് ആരംഭിച്ച ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരം പുലർച്ചെ 4:30 അവസാനിച്ചത്. അപ്പീൽ വഴി എത്തിയ ടീമുകൾ ഉൾപ്പെടെ 25-ലേറെ സ്കൂളുകളാണ് ഇത്തവണ മാറ്റുരച്ചത്.
ഒരേ താളത്തിലും ഒത്തൊരുമയോടെയും വേദി കൈയടക്കുന്ന 7 അംഗ സംഘങ്ങൾ പ്രമേയത്തിലെ പുതുമ കൊണ്ടും അവതരണ ശൈലി കൊണ്ടും കാണികളെ വിസ്മയിപ്പിച്ചു. മത്സരം വൈകിയെങ്കിലും പുലർച്ചെ വരെ കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയവർ പോലും നിറഞ്ഞ ആവേശത്തോടെ നൃത്തം ആസ്വദിച്ചു. ഓരോ ടീമും കൊണ്ടുവന്ന പുത്തൻ ട്രെൻഡുകളും പ്രമേയങ്ങളും സംഘനൃത്തത്തെ കലോത്സവത്തിലെ ഏറ്റവും ഗ്ലാമറസ് ഇനമാക്കി മാറ്റി. നിന്നുടെ പ്രണയം നമ്മുടെ പ്രാണനറിയുന്നു, നമ്മെ പതിയായി സ്വീകരിച്ചാൽ CCN പാലക്കാട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃത നാടകത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തൃക്കടേരി PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ A ഗ്രേഡ് കരസ്ഥമാക്കി. ഭാസൻ രചിച്ച അഭിഷേകം എന്ന വിഖ്യാത സംസ്കൃത നാടകമാണ് വിദ്യാർത്ഥികൾ വേദിയിൽ അവതരിപ്പിച്ചത്. രാമായണ കഥയിലെ 3 അഭിഷേകങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ നാടകത്തിൽ അക്ഷയ്, ദേവിക, ശ്രീനന്ദിനി, ശ്രീരാഗ്, റിനിൽ കൃഷ്ണ, ഋഷ്യ, അതുൽ കൃഷ്ണ എന്നിവർ വേഷമിട്ടു. സിദ്ധാർത്ഥ്, അജിൻ കൃഷ്ണ, ഋതുദേവ് എന്നിവർ പിന്നണിയിൽ അണിനിരന്നു.
പരിശീലകൻ ഖലീൽ പരപ്പനങ്ങാടി, സ്കൂളിലെ സംസ്കൃതം അധ്യാപകൻ കെ അഷറഫ് എന്നിവരുടെ ചിട്ടയായ പരിശീലനമാണ് ഈ ഉന്നത നേട്ടത്തിന് പിന്നിലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. സ്കൂളിന് അഭിമാനമായി മാറിയ കലാപ്രതിഭകളെ അധ്യാപകരും PTA ഭാരവാഹികളും അഭിനന്ദിച്ചു. CCN ചെറുപ്പുളശ്ശേരി. അലനല്ലൂർ, കോട്ടോപ്പാടം, കുമരംപുത്തൂർ, തെങ്കര തുടങ്ങിയ പട്ടികവർഗ മേഖലകളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി അധികൃതർക്ക് നിവേദനം സമർപ്പിച്ചു. പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ തടയാൻ വനംവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വനംവകുപ്പിന് കീഴിലുള്ള വിവിധ തസ്തികകളിലെ ഒഴിവുകൾ ഉടനടി നികത്തണമെന്നും ഈ നിയമനങ്ങളിൽ പ്രാദേശിക പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന നൽകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തുന്ന പട്ടിക വിഭാഗക്കാർ വനത്തിനുള്ളിൽ നേരിടുന്ന സുരക്ഷാ ഭീഷണി ഇല്ലാതാക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കണമെന്നും നിവേദനത്തിൽ വ്യക്തമാക്കുന്നു. നിലവിൽ നമ്മുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീതിയുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ ഫോറസ്റ്റുകാരുടെ ഒരു സംരക്ഷണം കഴിഞ്ഞ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവര് വിഷയം വരുമ്പോൾ മാത്രമല്ല, ഒരു രാത്രികാല പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിലും പിന്നെ അവിടെ ചെറിയ സംരക്ഷണം കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ പ്രദേശത്തുള്ള ഒരു മേഖലയാണുള്ളത്. അപ്പൊ അവിടെ നമുക്ക് സായ സ്ഥലങ്ങളിലൊക്കെ ഒരു കൂട് വെച്ചുകൊണ്ട് പുല്ല് പിടിക്കുന്ന സംവിധാനം. അപ്പൊ കാരാപ്പാടം പ്രദേശത്തൊക്കെ അന്ന് കൂട് ഞാൻ അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോഴാണ് 2 പ്രാവശ്യം നമ്മൾ കൂട് വെച്ച് നമ്മൾ പുല്ലിനെ പിടിച്ച് നമ്മുടെ പറമ്പിക്കുളം വേറെ കൊണ്ടേ വിട്ടു. അതിന്റെ കൂടെ പോയ ഒരാളെയാണ്. അപ്പൊ അങ്ങനെ ആ പ്രദേശത്ത് നമുക്കിങ്ങനെ കൂട് വെക്കുകയാണെങ്കിൽ പിന്നെ ആനമൂടി പ്രദേശത്ത് നമുക്കറിയാം, നമ്മുടെ ആ പ്രദേശത്തൊക്കെ പല ഘട്ടങ്ങളായി കണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടാകാം. ആ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് കൂട് വെക്കാനുള്ള സംവിധാനം കൂടി ഇതിന്റെ കൂടെ വെക്കണം എന്നാണ് നമ്മൾ ഒരാവശ്യമായിട്ട് പറയുന്നത്. മറ്റൊരു കാര്യം, നമ്മളെ ഈ പട്ടികവർഗ മേഖലയിലുള്ള കുറച്ച് ഉദ്യോഗാർത്ഥികളുണ്ട്. നമുക്ക് ഈ വാച്ചറായുള്ള കുറച്ച് കിട്ടിയ ആൾക്കാർക്ക് 2 മാസം കിട്ടും, 3 മാസം കിട്ടും. അത് നമ്മൾ ബന്ധപ്പെട്ട വനവകുപ്പ് മിനിസ്റ്റർ മുഖാന്തരം അറിയിച്ചിട്ടുണ്ടാകും. നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ആ സ്ഥിര നിയമനം കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യും. ഭാരതീയ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജനാമ്പാടത്ത്, വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ വടശ്ശേരി, വേലു അലനല്ലൂർ, രാമൻകുട്ടി, ഉണ്ണി, പുഷ്പലത, ബാസിത് തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതിനെതിരെ നിരന്തരമുള്ള പോരാട്ടം കഴിഞ്ഞ കാലങ്ങളിൽ ഭാരതീയ ദളിത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമുക്കറിയാം, അലനല്ലൂർ, കോട്ടപ്പാടം പ്രദേശങ്ങളിൽ, നമ്മുടെ കരടിയോട്, പുൽക്കലിയോട്, തൊടുകാട് പ്രദേശങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ പുലിയെ കാണുകയും അവിടെ കൂട് വെച്ച് സ്ഥാപിക്കണമെന്ന് കഴിഞ്ഞ കാലങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ പുലിയുടെ സാന്നിധ്യം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ആ പ്രദേശത്ത് ഒരു കൂട് വെച്ചുകൊണ്ട് പുലിയെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ നമുക്കറിയാം, വനപ്രദേശത്തോട് താമസിക്കുന്ന ഈ വിഭാഗക്കാർ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളിലാണ്. നമുക്കറിയാം, വലിയ ഉദ്യോഗാർത്ഥികൾ അവിടെ ഉണ്ടെങ്കിൽ പോലും അവിടെ വാച്ചർ പോലുള്ള തസ്തികളിൽ ഇവിടെ ഇത്തരം ആൾക്കാരെ സ്ഥിര നിയമനം അല്ലെങ്കിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകൾ വിളിച്ചുകൊണ്ട് അവർക്ക് സ്ഥിര നിയമനം നടത്തണമെന്നാണ് ഭാരതീയ ദളിത് കോൺഗ്രസിന് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ നമുക്കറിയാം, വന ഉൾപ്രദേശങ്ങളിൽ പോയി കാട്ടുമരുന്നുകളും അതുപോലെ തേനുകളൊക്കെ സംരക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഉപജീവന മാർഗം ഇന്ന് നിലച്ചിരിക്കുകയാണ്. അതും വനംവകുപ്പ് കൃത്യമായി അതിന്റെ സാഹചര്യം പരിശോധിച്ചുകൊണ്ട് കൃത്യമായി അവർക്ക് അതിനുള്ള സംരക്ഷണം നൽകുകയും വനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഇളവുകൾ അതുമായി ബന്ധപ്പെട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെടാനുള്ള. ഈ പ്രദേശങ്ങളിലൊക്കെ വലിയ വന്യജീവികളുടെയും ആനകളും ഒക്കെ ശല്യമുണ്ട്. അടിയന്തരമായി ഇതിന് പരിഹാര മാർഗം കാണണം. നമ്മുടെ ഈ വനമേഖലയിൽ താമസിക്കുന്നവർ സംരക്ഷണം കൊടുക്കണം. ഇനിയും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയം അതിൽ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ വലിയ സമര പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉന്നതികളിലുള്ള മുഴുവൻ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ സമര പ്രക്ഷോഭങ്ങളിലേക്ക് ഭാരതീയ ദളിത് കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി പോകും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. CCN മണ്ണാർക്കാട്. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരം മുഴുവൻ നീളുന്ന രാമായണം തോൽപ്പാവക്കൂത്ത് ഉത്സവത്തിന് കൊടിയേറി. നിരവധി പേരാണ് കൊടിയേറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്രസന്നിധിയിലെത്തിയത്. ഫെബ്രുവരി 11 പൂരവും 12 കാളവേലയും 13 താലപ്പൊലിയും ആഘോഷിക്കും.
രാവിലെ 8:30 ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടന്നു. കൊടിമരച്ചുവട്ടിൽ നടന്ന നിറപറ സമർപ്പണത്തിന് ചെർപ്പുളശ്ശേരി ജയവിജയന്മാരുടെ മേളം അകമ്പടിയായി. കൊടിയേറ്റത്തിനു ശേഷം കളഭാഭിഷേകവും വിശേഷാൽ പൂജകളും നടന്നു. കൂത്തുപുറപ്പാടിന്റെ ഭാഗമായി വ്യാഴാഴ്ച രാത്രി ദേവസ്വം ചുറ്റുവിളക്കും വെള്ളിയാഴ്ച പുലർച്ചെ 5-ന് വലിയപറമ്പിൽ ശിവശങ്കരൻ, അടുക്കത്ത് ഗോപി, ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൂത്തുമുളയിട്ടു. രാത്രിയിൽ കേളിക്ക് ശേഷം 12 മണിയോടെ കതിരേറ്റവും നടക്കും. കൂനത്തറ കെ വിശ്വനാഥപ്പുലവരും സംഘവും രാമായണം തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കും. ജനുവരി 20-ന് മകരച്ചൊവ്വ ആഘോഷം നടക്കും. പുത്തനാൽക്കൽ പൂരം ഫെബ്രുവരി 11-നും കാളവേല 12-നും താലപ്പൊലി 13-നും ആഘോഷിക്കും. CCN ചെർപ്പുളശ്ശേരി. ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. ചെത്തല്ലൂർ വട്ടപ്പറമ്പ് പുത്തൂർ വീട്ടിൽ ഇക്ബാലിന്റെ മകൾ നിഷാന ഫാത്തിമയാണ് മരിച്ചത്. 15 വയസ്സായിരുന്നു. കരിങ്കലത്താണി ഫാത്തിമ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് നിഷാന ഫാത്തിമ. ഇക്കഴിഞ്ഞ ജനുവരി 13-ന് വൈകിട്ടായിരുന്നു അപകടം നടന്നത്. സമീപവാസികൾക്കൊപ്പം കൊടികുത്തിമല സന്ദർശിക്കാൻ പോയതായിരുന്നു നിഷാന. സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ മറിഞ്ഞാണ് നിഷാനയ്ക്ക് പരിക്കേറ്റത്. ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വെള്ളിയാഴ്ച ഉച്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു. CCN ചെത്തല്ലൂർ. അഖില കേരള ഇന്റർ സ്കൂൾ ഹാൻഡ്ബോൾ ടൂർണമെന്റ് ജനുവരി 17, 18 തീയതികളിലായി മലപ്പുറം അത്താണിക്കൽ MIC സ്കൂളിൽ വെച്ച് നടക്കും. മലപ്പുറത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സംഘാടകർ ഇക്കാര്യം അറിയിച്ചത്. ജനുവരി 17-ന് രാവിലെ കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ നിന്നായി 8 പ്രമുഖ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിന്റെ ആവേശകരമായ ഫൈനൽ മത്സരം 18-ന് വൈകിട്ട് 3 മണിക്ക് നടക്കും. ക്രിസ്ത്യൻ ഹൈസ്കൂൾ അടക്കാക്കുണ്ട്, സ്പോർട്സ് ഹോസ്റ്റൽ കൊല്ലം, MIC ഹാൻഡ്ബോൾ അക്കാദമി. ഇത് കേരളത്തിലെ മികച്ചു നിൽക്കുന്ന 8 ടീമുകളെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉദ്ദേശം 10 കൊല്ലം 2010-ൽ സ്റ്റാർട്ട് ചെയ്ത MIC ഹാൻഡ്ബോൾ അക്കാദമി ഒരുപാട് ദേശീയ, അന്തർദേശീയ, സ്പെയിനിൽ അവസാനമായി വേൾഡ് യൂണിവേഴ്സിറ്റി മത്സരത്തിൽ പങ്കെടുത്ത ഒരു പ്രതിഭയും കൂടെ MICയുടെ ഭാഗത്തായിട്ടുണ്ട്. അത്തരം ഒരുപാട് കുട്ടികൾക്ക് അവസരങ്ങൾ ഒരുക്കിപ്പെട്ട MIC അതിന്റെ തുടർന്നുള്ള പ്രണായത്തിനും തുടർന്നുള്ള ഈ മോട്ടിവേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ P മുഹമ്മദ്, C മുഹമ്മദ്, T സുബൈർ, CT നാസർ, KB ആയിഷാബി, P എസ്കർ മുനീർ, KP സലിയത്ത, AT അബ്ദുൾ റസാഖ്, AR ഹിജാസ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. കരിമ്പ പഞ്ചായത്തിലെ 3 ഏക്കറിലും പരിസര പ്രദേശങ്ങളിലും കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. മീൻവല്ലം, മണലിൽ, തുടിക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുകയാണ്. ഇത് മേഖലയിലെ കർഷകർക്ക് വലിയ ദുരിതമാണ് വിതയ്ക്കുന്നത്.
ഏറ്റവും ഒടുവിലായി തുടിക്കോട് കൈതവളപ്പിൽ ഗോപിനാഥന്റെ കൃഷിയിടത്തിലാണ് ആനക്കൂട്ടം വൻ നാശനഷ്ടങ്ങൾ വരുത്തിയത്. വന്യമൃഗങ്ങളെ തടയാൻ സ്ഥലത്തിനു ചുറ്റും ഇരുമ്പ് തൂണുകൾ നാട്ടി 3 നിര കമ്പികൾ വലിച്ച് ശക്തമായ വൈദ്യുതി പ്രതിരോധ വേലി തീർത്തിരുന്നെങ്കിലും ആനക്കൂട്ടം ഇത് തകർത്ത് അകത്തുകയറി. ഒറ്റ രാത്രി കൊണ്ട് മേഖലയിലെ 15ഓളം തെങ്ങുകളാണ് ആനകൾ പിഴുതെറിഞ്ഞും മറിച്ചിട്ടും നശിപ്പിച്ചത്. സോളാർ വേലികൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ആനകൾ തകർക്കുന്നത് പതിവായതോടെ വനാതിർത്തികളിലെ ആനത്താരകളിൽ റെയിൽ ഫെൻസിംഗ് പരീക്ഷിക്കണം എന്ന ആവശ്യം ശക്തമാവുകയാണ്. CCN കോങ്ങാട്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കി പുതിയ നിയമം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം. NREG വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം GST ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തി. GST ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളൊന്നും തൊഴിലുറപ്പൊന്നും കാര്യങ്ങളല്ല, വിലയില്ലല്ലോ. അതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. എത്ര വേഗത്തിലാണ് ഈ ഗവൺമെന്റ് ഈ പദ്ധതി ഇല്ലാതാക്കിയത്. പാർലമെന്റ് യോഗം ചെയ്തു. അതിന് മുമ്പ് ഈ നിയമം ഇല്ലാതാക്കാൻ പോവുകയാണ് എന്ന് നമ്മുടെ കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന പുതിയ നിയമം കേന്ദ്ര സർക്കാർ ഉടൻ പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് EK ആയിഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CCN മലപ്പുറം. ജപ്പാൻ മസ്തിഷ്ക ജ്വരത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പിന് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ തുടക്കമായി. ആലിപ്പറമ്പ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിലീപിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആദ്യഘട്ട കുത്തിവയ്പ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ആനമങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ നിർവഹിച്ചു. ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അഷറഫ് അധ്യക്ഷനായി. JPHN ജയകുമാരി സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹൻദാസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി, വാർഡ് മെമ്പർ ഫാസില തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പൂജരാജ്, സിബിൻ, ശില്പ, MLHP-മാരായ ഹസീന, സ്നേഹ, ആശാവർക്കർമാരായ ഇന്ദിര, റസിയ, അനിത എന്നിവരും ക്യാമ്പിന് നേതൃത്വം നൽകി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പൂജരാജ് ചടങ്ങിന് നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണ്ണാർക്കാട് മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പോരുമുറുകുന്നു. നിലവിലെ MLA N ഷംസുദ്ദീനും ലീഗ് നേതാവ് മുഹമ്മദ് ബഷീറും തമ്മിലുള്ള കസേരക്കളി മണ്ഡലത്തിൽ സജീവ ചർച്ചയായിരിക്കുകയാണ്. അലനല്ലൂർ, കോട്ടോപ്പാടം, കുമരംപുത്തൂർ, തെങ്കര തുടങ്ങിയ പട്ടികവർഗ മേഖലകളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി അധികൃതർക്ക് നിവേദനം സമർപ്പിച്ചു. സ്കൂൾ കലോത്സവത്തിലെ ഏറ്റവും ചിലവേറിയതും ആകർഷകവുമായ ഇനങ്ങളിലൊന്നായ സംഘനൃത്ത വേദിയിൽ ഇത്തവണയും വിസ്മയങ്ങൾ വിരിഞ്ഞു. തൃശൂർ തേക്കിൻകാട് മൈതാനത്തെ 1ാം വേദിയായ സൂര്യകാന്തിയിൽ ഉച്ചയ്ക്ക് ആരംഭിച്ച ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരം പുലർച്ചെ 4:30-യോടെയാണ് അവസാനിച്ചത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃത നാടകത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തൃക്കടീരി PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ A ഗ്രേഡ് കരസ്ഥമാക്കി. വാസൻ രചിച്ച അഭിഷേകം എന്ന വിഖ്യാത സംസ്കൃത നാടകമാണ് വിദ്യാർത്ഥികൾ വേദിയിൽ അവതരിപ്പിച്ചത്. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരം മുഴുവൻ നീളുന്ന രാമായണം തോൽപ്പാവക്കൂത്ത് ഉത്സവത്തിന് കൊടിയേറി. നിരവധി പേരാണ് കൊടിയേറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്ര സന്നിധിയിലെത്തിയത്. ഫെബ്രുവരി 11-ന് പൂരവും 12-ന് കാളവേലയും 13-ന് താലപ്പൊലിയും ആഘോഷിക്കും. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.